മാസത്തിൽ ഒരിക്കലെങ്കിലും മക്കളെയും കൊണ്ട് ടൂറ് പോകണം. താമസിച്ചിട്ട് കുറെ പൈസ ചെലവാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടുപോകണം. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ ഇഷ്ടം പോലെ കൊണ്ടുകൊണ്ടെന്നാലും മാസത്തിൽ ഒരിക്കലെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസത്തില് ഏതെങ്കിലും ഒരു വട്ടമെങ്കിലും. ഞാൻ ഹോട്ടലുകാർക്ക് ബില്ലുണ്ടാക്കി കൊടുക്കല, നിങ്ങൾ ചെറിയ ഭക്ഷണം കഴിച്ചാൽ മതി. അടുക്കളയിൽ നിന്ന് ഇവരെ ഒന്ന് മോചിപ്പിക്കണം. എല്ലാ പെണ്ണുങ്ങളും നേരം വെളുത്തിട്ട് ഇങ്ങനെ സുബഹിസ്കരിച്ചിരിക്കുക, പടച്ചോനെ ഞാൻ അംഗം വെട്ടാൻ ഇറങ്ങണല്ലോ എന്നുള്ളതാണ്. അടുക്കള അവർക്കൊരു അംഗമുറയായിട്ട് തോന്നുകയാണ്. അതിൽ നിന്ന് മാറ്റി ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഓഫർ കൊടുത്ത് ആ ദിവസത്തിന് വേണ്ടി കാത്തുക്കും. എന്തുകൊണ്ടാണ് കമ്പനിയിൽ വലിയ സ്ട്രെസ്സോട് കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഞായറാഴ്ചക്ക് വേണ്ടി കാത്തുക്കണത്? ആഴ്ച വരാനുണ്ടല്ലോ എന്ന ചിന്തയിൽ നിന്നാണ്. കുട്ടികളെ അങ്ങനെ വളർത്തിയെടുക്കണം. ഇതേപോലെ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരിക്കല് നമ്മൾ കൂടിയിരുന്നിട്ട് ആ വീട്ടിലുള്ള കുടുംബനാഥൻ ഒരു പ്രതാപിയാണെങ്കിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. മോന്റെ പഠനത്തെക്കുറിച്ച്, നമ്മളെ ഖുർആന്റെ പഠനത്തെക്കുറിച്ച്, വിശുദ്ധമാക്കപ്പെട്ട പഠനങ്ങളെ കുറിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ജസ്റ്റ് ഒരു ഡിസ്കഷൻ, ഫാമിലി ഡിസ്കഷൻ എന്ന് പറയും, മഷൂറ എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനെ വിളിച്ചോളൂ. ഇത് നിർബന്ധം. നിങ്ങൾ ഉയർന്നു പോയ ആളുകളെ മുഴുവൻ നോക്ക്, അവരുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവായിരിക്കും ഒരു പക്ഷേ. അത് ആഴ്ചയിൽ കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. ആ കുട്ടിയെ വെച്ച് ലക്ഷ്യം വെക്കണം നിങ്ങൾ. അതിമനോഹരമായി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം നിങ്ങൾ. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഒരു 10 വയസ്സായ കുട്ടി ഉണ്ടെങ്കിൽ 20 വയസ്സാകുമ്പോൾ അവൻ എവിടെ എത്തണമെന്ന് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. എന്നാലും പറഞ്ഞോട്ടെ, ഞാൻ അങ്ങനെ എൻ്റെ മക്കളെ വെച്ച് ലക്ഷ്യം വെച്ചിരുന്നു. എല്ലാ ലക്ഷ്യവും പൂർത്തിയാക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഇന്ന മകൻ, ഇപ്പൊ മാഷൂക്ക് എന്ന് പറയുന്ന മകൻ UK ഇന്ന കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന പോലെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിയണമെന്നും അവൻ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കഴിയണമെന്നും അവനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് 5-ാമത്തെ വയസ്സിലാണ്. അവൻ 5 വയസ്സുള്ളപ്പോഴാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവനൊരു ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നാട്ടിൽ വന്ന് വീണ്ടും PGക്ക് വേണ്ടി പോയിരിക്കാൻ ടോപ്പ് റേഞ്ചിലുള്ള ഒരു കോളേജിലേക്ക്. ഞാൻ ആ സ്വപ്നം കാണുന്നത് അവന് 5 വയസ്സുള്ള സമയത്താണ്. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. മനുഷ്യന്റെ കിനാവുകൾ ഏറ്റവും ശക്തമായ ഒരു എനർജിയാണ്.